എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് നമ്മൾ വഴുതനങ്ങ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്കും കുബ്ബൂസിനും ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. എന്നാൽ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ കുബ്ബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കിടു കോമ്പിനേഷനായിട്ടുള്ള ഒരു വഴുതനങ്ങ റെസിപ്പിയും കൂടിയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. വഴുതനങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാവരും കഴിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ പെട്ടെന്ന്. ഇതേ വലുപ്പമുള്ള 2 വഴുതനങ്ങ വെച്ചിട്ടാണ് ഇനി റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. കഴുകിയെടുത്തിരിക്കുന്ന വഴുതനങ്ങ ഇനി ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് പൊള്ളിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കൂടി തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ആഴത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉൾവശമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഈ വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ മാത്രമല്ല, ഏത് കളറിലെ വഴുതനങ്ങയാണെങ്കിലും ഈ ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അധികം ഓയിലൊന്നും ഇതിനാവശ്യമില്ല. ആർക്കും അതുകൊണ്ട് കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അധികം ഓയിലൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നതും. അങ്ങനെ വഴുതനയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ നിറയെ കുത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് വഴുതനങ്ങ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടണം. ഒന്ന് ചെറുതായിട്ട് വഴുതനങ്ങ ഒന്ന് ചുങ്ങി വരണം. ഒരു ഇച്ചിരി സമയം എടുത്ത് മാത്രമേ നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. വഴുതനങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ ഞെടുമ്പോട് കൂടിയിട്ടുള്ള വഴുതനങ്ങ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ ഞെടുമ്പിൽ പിടിച്ചാണ് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് ചുട്ടെടുക്കാൻ പോകുന്നത്. ഫ്ലെയിം വെച്ച് കൊടുക്കുമ്പോഴും ഇതുപോലെ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനും. കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉൾവശം നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തില്ല. പിന്നെ നമ്മളത് തയ്യാറാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം ഉൾവശം കൂടെ വെന്ത് വേണം നമുക്കിത് ചുട്ടെടുക്കാനും. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് വഴുതനങ്ങ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കുന്നത് കുറച്ച് സമയമെടുത്ത് മാത്രമേ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാകുമ്പോൾ വീഡിയോയുടെ ലെന്ത് കൂടിപ്പോകും. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കണം. ഈ ഒരു രീതിയിലാണ് ചുട്ടെടുത്ത് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചുട്ടെടുക്കാനുണ്ട്. അതിൻ്റെ തൊലിയോടുകൂടി തന്നെ കഴുകിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് ചുട്ടെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് കുറച്ച് റോസ്റ്റഡ് ആയിട്ടുള്ള എള്ളും കൂടെ ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്ത എള്ളാണ് ഇനി പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എള്ളൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ഒരു പരുവമുണ്ടല്ലോ, മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. എള്ളും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ഒരു ടേസ്റ്റാണ് വഴുതനങ്ങയും കൊണ്ട് ഈ ഒരു രീതി തയ്യാറാക്കിയാൽ. എള്ളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ടൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വഴുതനങ്ങയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയണം. വെളുത്തുള്ളി ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ചുട്ടെടുത്തേക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇനി വഴുതനങ്ങ ചെറുതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുറത്തെ തൊലിയെല്ലാം മാറ്റിയെടുക്കാം. വഴുതനങ്ങയുടെ ആ ചുട്ടെടുത്ത പുറത്തെ തൊലിയുണ്ടല്ലോ, അതെല്ലാം നമ്മളൊന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റാം. ചൂടാറിയ ശേഷം വേണം, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ചെറുതായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കറുത്ത തൊലിയെല്ലാം നമുക്ക് അടർത്തി മാറ്റാനായിട്ട് പറ്റും. നമുക്കതിനുള്ളിലുള്ള ആ അകത്തെ കാമ്പ് മാത്രമേ ആവശ്യമുള്ളൂ. പുറത്തെ തൊലി മുഴുവനായിട്ട് തന്നെ റിമൂവ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടിത് നമ്മൾ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും അതുപോലെ തന്നെ ചുട്ടെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമുറി നാരങ്ങ നീര് ആവശ്യമുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ നാരങ്ങയുടെ നീര് മതി. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അധികം പുളിയില്ലാത്ത 1 ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ യോഗട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂണോളം ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ റെസിപ്പിയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വഴുതനങ്ങ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കൂട്ടി കഴിച്ചാൽ.
നമ്മൾ കുബൂസും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഒന്ന് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഇതും കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു ഡിപ്പായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ലേശം ചില്ലി പൗഡറിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ കുറച്ചും കൂടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അനാറും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് തയ്യാറാക്കിയെടുത്ത ഈ വഴുതനങ്ങ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.